ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി ആ പണം കൊടുത്തത് അർച്ചനയുടെ വീട്ടുകാർക്കാണെന്ന് അനഘയോട് പറയുകയാണ് അവന്തിക. എന്താണെങ്കിലും ഇനി നമ്മൾ സച്ചിയുടെ പേരിൽ ഇവിടെ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റിയിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനഘയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലെ ഓഫീസാണ്. സച്ചി അവിടെ ഓഫീസ് കാര്യങ്ങളുമായിട്ട് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചനയെ കാണുന്ന സച്ചിക്ക് സന്തോഷമാവുകയാണ്. അല്ല, താനെന്താ ഇവിടെ? അത് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് വന്ന് സച്ചിയേട്ടനെ കണ്ടിട്ട് പോകാമെന്ന്. പിന്നെ ഞാൻ സച്ചിയേട്ടന് പൊതിച്ചോറും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നും ക്യാൻറ്റീനിൽ നിന്നല്ലേ കഴിക്കുന്നത്, ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് കഴിച്ചാൽ മതി. ഇത് കേൾക്കുന്ന സച്ചിക്ക് സന്തോഷമാവുകയാണ്. സച്ചി പറയുകയാണ്, എന്നാലേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഇവിടെ ആകെ വേസ്റ്റ് ആകില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ആകുമ്പോഴേ അല്പം പ്രൈവസി കിട്ടൂ എന്ന് പറഞ്ഞ് സച്ചി അർച്ചന അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുകയാണ്, എന്താണെങ്കിലും താനല്ലേ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്, താൻ തന്നെ എനിക്ക് വാരി തന്നാൽ മതി. വാരി തരാനോ? സച്ചിയുടെ ഇത് എന്തൊക്കെയായി പറയുന്നത്? വാരി തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് ആഹാരവും വേണ്ടെന്ന് സച്ചി പറയുമ്പോൾ സച്ചിക്ക് വാരി കൊടുക്കുകയാണ് അർച്ചന. തുടർന്ന് സച്ചി കണ്ണീരോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ, എന്തു പറ്റി? അത് എനിക്കെൻ്റെ അമ്മയായിരുന്നു പണ്ട് വാരി തന്നിരുന്നത്. അത് കഴിഞ്ഞ് എനിക്കിതുവരെ ആരും വാരി തന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് അമ്മയുടെ കാര്യം ഓർമ്മ വന്നു. അത്രയും പറഞ്ഞ് സച്ചി വിഷമത്തോടെ ഇരിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഇപ്പോൾ അമ്മയുടെ കാര്യമോർത്ത് വിഷമിച്ചിരിക്കണ്ട, എൻ്റെ മുന്നിൽ ഇത് കഴിച്ചേ. അത്രയും പറഞ്ഞ് സച്ചിക്ക് അർച്ചന വാരിക്കൊടുക്കുമ്പോൾ അർച്ചനയ്ക്കും സച്ചി വാരിക്കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ആഹാരം വാരിക്കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അജയ് ഘോഷ് വൃന്ദാവനത്തിലേക്ക് വരികയാണ്. ഇവിടെ ആരുമില്ലെന്ന് ആതിര പറയുമ്പോൾ ആരുമില്ലെങ്കിൽ നന്നായെന്ന് അജയ് പറയുന്നു. ഇയാളെ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ആതിര കഥ കടക്കാൻ ഒരുങ്ങുമ്പോൾ എനിക്കെങ്കിൽ അല്പം വെള്ളം തരാൻ അജയ് പറയുന്നു. അങ്ങനെ ആതിര അകത്തേക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോൾ ആതിരയുടെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറി കതകിന് കുറ്റിയിടുകയാണ് അജയ്. വെള്ളമെടുത്ത് തിരിയുന്ന ആതിര അജയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇയാൾ എന്താ ഇവിടെ? ഇയാളോട് ഞാൻ പോകാനല്ലേ പറഞ്ഞത്? ഇത് കേൾക്കുന്ന അജയ് പറയുകയാണ്, നാളെ എൻ്റെ താലി കഴുത്തിലണിഞ്ഞ് എൻ്റെ പിള്ളേരുടെ അമ്മയാകേണ്ടവളല്ലേ നീ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നെന്ന് കരുതിയേ ഒന്നുമാകാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് ആതിരയോട് അജയ് പറയുമ്പോൾ ആതിര പറയുകയാണ്, അതൊക്കെ താനങ്ങ് സ്വപ്നം കണ്ടിരുന്നാൽ മതി, അതൊന്നും നടക്കാനേ പോകുന്നില്ല. എനിക്ക് തന്നെ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് ആതിര പറയുമ്പോൾ അജയ് പറയുകയാണ്, എനിക്കും താല്പര്യമൊന്നുമില്ല. കിട്ടാൻ പോകുന്ന സ്ത്രീധനത്തിൻ്റെ കാര്യം ഓർത്ത് മാത്രമാണ് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ നിന്റെ കാമുകൻ്റെ ഒപ്പം പൊക്കോ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാനാണെങ്കിലും കൊണ്ടുവിടാം. താൻ അവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിന്നോ, മാറിപ്പോകാൻ ആതിര പറയുമ്പോൾ ആതിരയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അജയ്. ചേട്ടൻ ഇത്രയും ദൂരം വന്നിട്ട് നീയൊന്നും മിണ്ടാതെ പോയാ എങ്ങനെയാ ശരിയാവുക എന്ന് ആതിരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അജയ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സന്ദീപ് അങ്ങോട്ടേക്ക് വന്ന് അജയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഇത് കാണുന്ന ആതിര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപ് വന്നപ്പോഴുള്ള കാര്യമാണ്. അജയ് വരുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് വന്നിട്ടുണ്ടായിരുന്നു. അജയ് വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നെന്നും മാറി നിൽക്കാനും പറഞ്ഞ് ആതിരയായിരുന്നു സന്ദീപിനെ മാറ്റി നിർത്തിയത്. തുടർന്ന് അജയ്ക്കിട്ട് നല്ലത് കൊടുക്കുകയാണ് സന്ദീപ്. ഞാൻ നിന്നെ ഇത്രയൊക്കെ അടിച്ചിട്ടും നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിലേ വഴിയെ മനസ്സിലായിക്കോളും. ഇനി മേലാൽ ഇവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ നിൽക്കരുത്, പിന്നെ നിനക്ക് ഈ 2 കാലും കൂടി ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് അജയെ അടിച്ചു പുറത്താക്കുകയാണ് സന്ദീപ്. ഇത് കണ്ട ആതിര സന്തോഷത്തോടെ സന്ദീപിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ ഓഫീസാണ്. അർച്ചനയും സച്ചിയും കൂടി നല്ല നല്ല നിമിഷങ്ങൾ കൈമാറുകയാണ്. ഇനി ഞാൻ പോകട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാനിവിടെ നിന്നാലേ സച്ചിയേട്ടൻ്റെ വർക്ക് കൂടി പെൻഡിങ് ആകുമെന്ന് അർച്ചന പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അർച്ചനെ അവിടെ പിടിച്ചിരുത്തുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.